പള്ളി ഗ്രൗണ്ടിൽ വാഹനങ്ങളുമായി അഭ്യാസ പ്രകടനം നടത്തിയത് തടഞ്ഞ വൈദികനെ ബൈക്കിടിപ്പിച്ച കേസിൽ 6 പേർ കസ്റ്റഡിയിൽ. പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ സഹവികാരിയെയാണ് വാഹനമിടിപ്പിച്ച് വീഴ്ത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട 6 യുവാക്കളെ പോലീസ് പിടികൂടി. സംഭവത്തെ തുടർന്ന് പ്രതിഷേധ പ്രകടനം നടത്തി. പള്ളി കോമ്പൗണ്ടിലെ ബൈക്ക് റേസിംഗ് ചോദ്യം ചെയ്തതിലെ വിരോധമാണ് വൈദികനെ വാഹനമിടിപ്പിച്ച് വീഴ്ത്താൻ കാരണമെന്നാണ് സൂചന. പരുക്കേറ്റ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുചാലിനെ പാലാ മാർ സ്ലീവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു. ഇടവകയ്ക്ക് പുറത്തുനിന്നുള്ള ഒരു സംഘം യുവാക്കളാണ് പള്ളിമുറ്റത്ത് ആക്രമണം നടത്തിയത്. 8ഓളം കാറുകളും 5 ബൈക്കുകളിലുമായിട്ടാണ് സംഘം എത്തിയത്. ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നുവെങ്കിലും കൂടുതൽ ആളുകൾ എത്തുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് പാലാ ഡിവൈഎസ്പി കെ സത്യൻ സ്ഥലത്തെത്തി. പള്ളിയിൽ ചടങ്ങുകൾ നടക്കുന്നതിനിടയിലാണ് സാമൂഹ്യ വിരുദ്ധർ ഇത്തരം പ്രവൃത്തികൾ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മല്ലു1. പ്രിയപ്പെട്ടവരെ, പൂഞ്ഞാർ പള്ളിയിൽ നിന്ന് സംഭവിച്ചത് കാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. പള്ളിയിലെ വിശ്വാസി സമൂഹം ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു. തത്സമയം കാണുന്ന ഒരു ദൃശ്യം, പള്ളിമുറ്റത്ത് ഏതാനും ചില ചെറുപ്പക്കാർ, ഏതാനും വണ്ടികൾ വലിയ ഉച്ചത്തിൽ വണ്ടി റേസ് ചെയ്ത് ആരാധനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. ആ സമയത്താണ് ബഹുമാനപ്പെട്ട കൊച്ചച്ചൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ ആളുകളോട് ഇവിടെ നിന്ന് നിങ്ങൾ പോകണം, ശബ്ദകോലാഹലം ഉണ്ടാക്കരുത് എന്ന് യാചിക്കുന്നത് അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുന്നത്. ഈ അഭ്യർത്ഥന കേട്ട ഉടൻ തന്നെ അവർ പോകുന്നതായിട്ട് ഭാവിക്കുകയും എന്നാൽ കൊച്ചച്ചനെ വണ്ടി ഇടിച്ച് വീഴിക്കുകയുമാണ്. വാസ്തവത്തിൽ ഇതൊരു കൊലപാതക ശ്രമമാണ് നടക്കുന്നത്. മനഃപൂർവ്വമായിട്ടുള്ള നരഹത്യക്കുള്ള ഒരു ഒരുക്കം പോലെയാണ് ഇത് കാണപ്പെടുന്നത്.